ജന്മം കൊണ്ട് കർഷകൻ, കർമ്മം കൊണ്ട് കച്ചവടക്കാരൻ, ഇഷ്ടം കൊണ്ട് രാഷ്ട്രീയക്കാരനും. കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ സ്വയം വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. കർമ്മം കൊണ്ട് കച്ചവടക്കാരൻ എന്ന് സ്വയം പറയുന്ന ശിവകുമാർ പക്ഷെ അത് വെറുതെ പറയുന്നതല്ല. ചെറിയൊരു വീഡിയോ പാർലറിൽ തുടങ്ങിയ അദ്ദേഹം ഇന്ന് 1400 കോടിയുടെ ആസ്തിയുള്ള ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയും സമ്പത്തിന്റെ കാര്യത്തിൽ ഡി.കെക്ക് പിന്നിലേ വരൂ. വിധാൻ സൗദയിലെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ദൊദനഹള്ളി കെമ്പേഗൌഡ ശിവകുമാർ എന്ന ഡി.കെ. ശിവകുമാർ എത്തുമ്പോൾ, ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ കർണാടക രാഷ്ട്രീയം അതിന്റെ പുത്തൻ ചാപ്റ്റർ കൂടെ തുറന്നിടുകയാണ്. 1980കളിൽ ഒരു ചെറിയ വീഡിയോ പാർലർ നടത്തി തുടങ്ങിയ ഡി.കെ. ഇന്ന് രാജ്യത്ത് അങ്ങിങ്ങായി വ്യാപിച്ചു കിടക്കുന്ന റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യത്തിന്റെ അധിപൻ കൂടെയാണ്. വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ, കരിങ്കൽ ക്വാറി തുടങ്ങി വിവിധ മേഖലകളിൽ ആ വ്യവസായ ബുദ്ധി എത്തിച്ചേർന്നിട്ടുണ്ട്. പതിവായി കാണുന്ന അല്ലെങ്കിൽ സങ്കല്പത്തിലെ ഖദർദാരിയായ കോൺഗ്രസുകാരനല്ല ശിവകുമാർ. പ്രഥ മുതൽ ലൂയിസ് വിറ്റൻ വരെയുള്ള ലക്ഷൂറിയസ് ബ്രാൻഡുകൾ ധരിക്കുന്ന, എടുപ്പിലും നടപ്പിലും അതേ പ്രൗഢി വ്യക്തമാക്കുന്ന നേതാവാണ്. ഗൂച്ചി, ബർബറി, ഷാനൽ തുടങ്ങിയ ആഡംബര ബ്രാൻഡുകളോടുള്ള ഇഷ്ടവും, റോളക്സ്, കാർട്ടിയർ തുടങ്ങിയ വിലപിടിപ്പുള്ള വാച്ചുകളും വസ്ത്രങ്ങളിൽ തുന്നിച്ചേർക്കുന്ന ഡി.കെ. എന്ന ദ്വയാക്ഷരിയും ശൈലിയുടെ ഭാഗമായാണ് കണക്കാക്കപ്പെട്ടത്. ബംഗളൂരുവിലെ ഹൊസൂർ റോഡിലെ മാലിന്യങ്ങൾ വേർതിരിക്കുന്ന പ്ലാന്റിൽ ലൂയിസ് വിറ്റന്റെ സ്കാർഫും ധരിച്ചെത്തിയ ശിവകുമാർ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. കോൺഗ്രസിന്റെ പ്രതിസന്ധികളിലൂടെ വളർന്ന ഒരു നേതാവിന്റെ രാഷ്ട്രീയ വ്യാവസായിക യാത്ര കൂടിയാണിത്. 2008 ഡി.കെ. ശിവകുമാറിന്റെ ആസ്തി ഏകദേശം 75.5 കോടി രൂപയായിരുന്നു. എന്നാൽ 2013 അത് 251 കോടിയായി. രാഷ്ട്രീയത്തിൽ വേരുറച്ച് പടർന്നു പന്തലിച്ച 2018 840 കോടിയായിരുന്നു ഡി.കെയുടെ ആസ്തി. ഉപമുഖ്യമന്ത്രി ആയപ്പോഴേക്കും 1413 കോടിയായാണ് അത് ഉയർന്നത്. 1962 മെയ് 15 ബംഗളൂരുവിനടുത്തുള്ള കനകപുരയിലെ കല്ല് ഖനനികൾക്ക് പേരുകേട്ട ദൊദ്ദല എന്ന ഗ്രാമത്തിൽ കർഷക ദമ്പതികളുടെ മകനായി ജനിച്ച ഡി.കെ. ശിവകുമാർ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തെത്തിയത്. 1989 23-ാം വയസ്സിൽ ആദ്യമായി കർണാടക നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. കർണാടക രാഷ്ട്രീയത്തിലെ അതികായൻ എസ്.എം. കൃഷ്ണയുടെ അടുത്തയാളായി മാറിയ ഡി.കെ. 1991 മന്ത്രിസഭയിലെത്തി. നടൻ രാജ്കുമാറിനെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോകൽ, തെൽഗി കുംഭകോണം, കാവേരി തർക്കം തുടങ്ങിയ രാഷ്ട്രീയ സംഭവങ്ങളാൽ പ്രക്ഷുബ്ധമായ കൃഷ്ണയുടെ ഭരണകാലത്ത് ഡി.കെ. ശിവകുമാറിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഗണ്യമായി വർദ്ധിച്ചു. ക്രൈസിസ് മാനേജ്മെന്റിൽ കോൺഗ്രസ് അത്താണിയായി ഡി.കെ. മാറിയത് അക്കാലത്താണ്. ഗാന്ധി കുടുംബത്തിന്റെ വിശ്വാസ്യതയും പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള കഴിവും ഡി.കെ. ദേശീയ രാഷ്ട്രീയത്തിലെ സുപ്രധാനിയാക്കി. 2017 ഗുജറാത്തിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എം.എൽ.എമാരെ ബി.ജെ.പി. സ്വാധീനിക്കുമെന്ന ആശങ്ക നിറഞ്ഞപ്പോൾ അവരെ ബംഗളൂരുവിലെ റിസോർട്ടിലേക്ക് മാറ്റി സുരക്ഷിതരാക്കുന്ന ദൗത്യം ശിവകുമാർ ഏറ്റെടുത്തു. അന്നു മുതൽ ആദായ നികുതി വകുപ്പിന്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും അന്വേഷണം ഉണ്ടായി. 2019 കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ ഡി.കെ. തിരിച്ചെത്തിയത് ഇരട്ടി ജനപ്രീതിയോടെയായിരുന്നു. 2023 സിദ്ധരാമയ്യയുമായുള്ള ബലാബലത്തിൽ മുഖ്യമന്ത്രി കസേര കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട ഡി.കെ. 3 വർഷങ്ങൾക്കിപ്പുറം വലിയ അസ്വാരസ്യങ്ങളില്ലാതെ സുഗമമായ അധികാരമാറ്റത്തിലൂടെ 1-ാം നമ്പർ പദവിയിലേക്ക് വരികയാണ്. ഇനി കർണാടക രാഷ്ട്രീയത്തിൽ ഡി.കെ. എന്ന പൊളിറ്റിക്കൽ ബ്രാൻഡിന്റെ കാലം.